Hey guys, welcome back to Naash vlogs. മച്ചന്മാരെ എല്ലാവർക്കും നാഷ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ദുബായ് എക്സ്പോ 2020 നിങ്ങൾക്ക് എൻ്റെ പുറകെ കാണാൻ പറ്റും. അതിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് ഈ സൈഡിലൊക്കെ ആയിട്ട് ഫുള്ള് എല്ലാ കൺട്രീസിൻ്റെയും ഫ്ലാഗും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ അപ്പുറത്തെ സൈഡിലും ഒരുപാട് ഫ്ലാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി എൻട്രൻസിലോട്ട് പോകാം. എൻ്റെ പുറകെ നല്ലൊരു കവാടവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. ഓക്കെ, എന്ത് രസമല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ജസ്റ്റ് നമുക്ക് ആ ടിക്കറ്റ് കൊടുത്തിട്ട് നമുക്ക് എൻട്രൻസിലോട്ട് പോകാം. അപ്പം നമുക്ക് അവിടെ കാണാം. അപ്പോൾ ഞാനിവിടെ കാറിലാണ് വന്നത്. അബുദാബിയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ബസ് സർവീസ് ഉണ്ട്. നമുക്ക് ടിക്കറ്റ് മാത്രം കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് എൻട്രൻസിലോട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ പുറകെ കാണുന്ന എൻട്രൻസ്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ജസ്റ്റ് ഇതാണ്ട് ഇവിടെ ഒരു എന്താ പറയുക, ഒരു അയൺസൊക്കെ വെച്ചിട്ട് ഒരു സെറ്റപ്പായിട്ടൊരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നോക്കിയാൽ എന്ത് രസമാണ് നോക്ക്. വലിയൊരു എൻട്രൻസ് പോലെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നേരെ ഇവിടുന്ന് ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. നമുക്ക് ഇത് നല്ല കമ്പി വെച്ചാണ് കേട്ടോ, ഭയങ്കര സെറ്റപ്പായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുണ്ടാകുന്നത്. നമുക്കിവിടെ എക്സ്പോ നടക്കുമ്പോൾ നമ്മളിവിടെ എക്സ്പോ ഒന്ന് കണ്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നൊരു കാര്യമുണ്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിതാണ്ട് ജസ്റ്റ് കയറി വരുന്നതാണ്. ഈ കാണുന്നതാണ് എൻട്രൻസ്. ജസ്റ്റ് എൻട്രൻസിൻ്റെ ഉള്ളിലോട്ട് പോകും. ഈ രണ്ട് സൈഡിലൊക്കെ ആയിട്ട് കുറേ എന്താണ് വെയിറ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കുഞ്ഞു കട കാണാം കേട്ടോ. ഒരു കുഞ്ഞു കടയിൽ ഇവിടെ നിന്നാണ് കുറേ കീ ചെയിൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ, കീ ചെയിന് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുഞ്ഞു ഷോപ്പ് ഗൈസ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. അവിടെ നമ്മളെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഇതാണ്ട് എക്സ്പോൻ്റെ എൻട്രൻസിൽ കയറിയിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി പവലിയൻ ഉണ്ട്, മിഷൻ പോസിബിൾ. പിന്നെ അതാണ്ട് നമ്മുടെ ഈ സൈഡിൽ കാണുന്നതാണ്ട് ബ്രൂണോ, അപ്പുറത്ത് ഇതാണ്ട് നോർവേ. അങ്ങനെ ഈ നിരനിരയായിട്ട് പവലിയൻസ് എല്ലാം ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഇറാഖ് പവലിയൻ, അങ്ങനെ എല്ലാ പവലിയൻസും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇത് നമ്മൾ അവിടുന്ന് മേടിക്കുന്നൊരു പാസ്പോർട്ടാണ്. അപ്പോൾ എല്ലാ പവലിയനും കണ്ടതിന് ശേഷം നമുക്ക് അവരുടെ സ്റ്റാമ്പ് ആ പവലിയനിൽ നിന്ന് കിട്ടും കേട്ടോ. നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മാപ്പ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ മാപ്പ് വെച്ചിട്ടുണ്ട്. ഈ ഒരു മാപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പവലിയൻസ് എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു മാപ്പ്. ഈ ഒരു മാപ്പിനകത്ത് നമുക്ക് എല്ലാം അറിയാൻ പറ്റും, എവിടെയൊക്കെ ഉള്ളതെന്നുള്ളത്. അതേപോലെ തന്നെ ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ഈ പവലിയൻസ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റും. ഉണ്ട് നമുക്ക് ഇവിടെ ആദ്യമേ വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ബ്രൂണോയുടെ പവലിയൻ കാണാൻ പറ്റും. കുഞ്ഞൊരു പവലിയനാണ് കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇറാഖ് പവലിയൻ. അങ്ങനെ ആ രണ്ട് സൈഡിലായിട്ടും ഉണ്ട് കേട്ടോ. ഇതേ കണക്കാണ്ടേ പവലിയൻസ് അപ്പുറവും ഇപ്പുറവും എല്ലാം വെച്ചിട്ടുണ്ട്. ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ടും അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടും എല്ലാം പവലിയൻസ്. നമുക്ക് ജസ്റ്റ് എന്തായാലും അതനുസരിച്ച് ഒന്ന് കയറി നോക്കാം എന്താണെന്നുള്ളത്. ഈ കാണുന്നുണ്ട് കുഞ്ഞൊരു പവലിയൻ, ഇറാഖിൻ്റെ പവലിയനാണ് ഈ കാണുന്നത്. ഇന്തോനേഷ്യയുടെ പവലിയനാണ് കേട്ടോ, ഇന്തോനേഷ്യയുടെ പവലിയൻ. അപ്പോൾ നമുക്ക് ഇന്തോനേഷ്യയുടെ പവലിയൻ്റെ ഉള്ളിലോട്ട് പോവാം. ഇത് കയറി വരുമ്പോഴേ കുറേ കുഞ്ഞു ബോട്ടുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറേ മുത്തുമണികളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കുറേ സംഭവമാണ് കേട്ടോ. കുറേ ഗ്രാമ്പൂ, അവരുടെ ഗ്രാമ്പൂ, നമ്മുടെ എന്താ സ്പൈസസ് സംഭവങ്ങൾ, അതിൻ്റെ എന്താ പറയുന്നത് നമ്മുടെ ഇവർ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇതാണ്ട് ഗ്രാമ്പൂ, പട്ട, അതൊക്കെ വെച്ചിട്ട് ജിഞ്ചർ, സ്പൈസസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തേക്കുന്ന സംഭവങ്ങളാണ് ഫുള്ള് വെച്ചിട്ടുണ്ട്. Spices were one of the most precious commodities of the time. So much so that the value of 1 pound. ഇതെല്ലാം ഒരു സ്പൈസസ് വെച്ച് ചെയ്തേക്കുന്ന കേട്ടോ. ഓരോരോ സ്പൈസസ് വെച്ചിട്ട് ചെയ്തേക്കുന്ന സംഭവങ്ങളാണ്. ഇവിടെ നോക്കുക, കുഞ്ഞു കുഞ്ഞു ബോട്ടുകളും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ. ബോട്ടിൻ്റെ ഒക്കെ കുഞ്ഞു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും
ഇതെന്താണ്? ഉറുമ്പ് തീനി അതല്ലേ? നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഇന്തോനേഷ്യയിലാണ്. ഇവിടെ നോക്ക് കുറേ ആൾക്കാർ അവരുടെ പലതരത്തിലുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. വസ്ത്രങ്ങളൊക്കെ കാണാൻ അടിപൊളിയാണ്. ഇവിടെ നോക്കിയാൽ ഇന്തോനേഷ്യ നല്ല കളർഫുള്ളായിട്ട് അടിപൊളിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യയുടെ അവിടെ അവരുടെ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് ഹാൻഡ് മെയ്ഡ് കുറേ കരകൗശല സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല രസമുണ്ട്. അടിപൊളി, എന്താ രസമല്ലേ ചെയ്തു വെച്ചേക്കുന്നത്. ഇതൊക്കെ ആരുടെ കൺസെപ്റ്റാ നോക്കി, എന്ത് സെറ്റായിട്ടാ ചെയ്തു വെച്ചേക്കുന്നത്. UK പവലിയനാണ്. എന്താ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നോക്കി, ഒരു രക്ഷയില്ലാത്ത സാധനം. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറാൻ നമുക്ക് പറ്റൂല. നമ്മൾ ചില പവലിയൻസിനുള്ളിൽ കയറിയില്ല, നമുക്ക് സമയത്തിൻ്റെ ഒരു ഇത് കാരണമാണ്. അപ്പം എന്തായാലും ഇതിനകത്ത് നമ്മൾ കയറിയില്ലെങ്കിൽ പിന്നെ അത് മോശമാണ്. അപ്പം നമ്മൾ UK പവലിയൻ്റെ ഉള്ളിലോട്ട് കാല് വെച്ചിരിക്കുകയാണ് ഗായ്സ്. കുറച്ച് പടികളൊക്കെ കയറണം, എന്നാലും കുഴപ്പമില്ല, കാണേണ്ടതാണ്. ഇതാണ് നമ്മൾ കയറി അതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ ആ ഒരു വ്യൂ കേട്ടോ. പുറത്തുനിന്ന് വെച്ച് കണ്ടില്ലേ, ആ ഒരു വ്യൂ ആണ്. ജസ്റ്റ് ഗോ ഫോർ UK ഗായ്സ്. ഈ കാണുന്നത് UK ഒരു ടെലിഫോൺ ബൂത്താണ്. നമ്മൾ ഒരുപാട് ഫിലിംസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഇപ്പം നമ്മൾ കയറുന്നത് കെനിയയുടെ പവലിയനാണ്. അപ്പോൾ കെനിയയുടെ പവലിയനകത്ത് കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ട അവക്കാഡോ, അവരുടെ ഫ്രൂട്ട്സും കാര്യങ്ങളും. അതേപോലെ തന്നെ ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് വരുവാണെങ്കിൽ നല്ല രസമായിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറിയപ്പോൾ നല്ലൊരു അവരുടെ കുറേ ജീവചരിത്രങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ LCDസിൽ അവരുടെ ഇതെങ്കിലും എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ അടിപൊളിയായിട്ടൊരു സംഭവം ചെയ്തു വെച്ചേക്കുന്നതാണ്. ഇതാണ് അവരുടെ കുറേ വസ്ത്രധാരങ്ങളും അവരുടെ കുറേ സംഭവങ്ങൾ വെച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിനിപ്പുറത്തായിട്ട് തന്നെ ഈ കാണുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയ സംഭവം. അപ്പം ഇതിനകത്ത് അവരുടെ ഓരോ ഫോട്ടോസും കാര്യങ്ങളും. ഇത് നമുക്ക് അത് കൊള്ളാം കേട്ടോ. ഇത് നമുക്കിങ്ങനെ തിരിച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ അതിൻ്റെ സംഭവം എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, തുർക്കാനിയ ഇസ്രായേലി നോൺ ബാസ്കറ്റ്. കൊള്ളാം. ഇത് ഗായ്സ് ഇവിടെ പുറകിൽ വെള്ളച്ചാട്ടവും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ നമ്മുടെ ബാക്കിലായിട്ടൊരു ട്രെയിൻ വരുന്നുണ്ട്, കാണിച്ചു തരാം. കണ്ടേ, എക്സ്പോ എക്സ്പ്ലോറർ ട്രെയിൻ പോലത്തെ ഒരു വണ്ടി വരുന്നുണ്ടോ? ഇതിലെല്ലാം ആൾക്കാരെ ഇങ്ങനെ കൊണ്ട് തിരിച്ചു കിടന്ന് കാണിക്കുന്ന സംഭവമാണ്. അൽവസൽ പ്ലാസയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. നമ്മളതാണ് ഇതിൽ കാണുന്ന ഈ സെൻറ്ററിലുള്ള സംഭവമില്ലേ, അതാണ്. അവിടെ എത്തി കേട്ടോ ഗൈസ്.
അപ്പോൾ ഇതെന്ന് പറയണതാണ് നമ്മുടെ ഈ ഒരു എക്സ്പോൻ്റെ ഹാർട്ട്. ഇവിടെ വെച്ചാണ് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത്. അടിപൊളി ഒരു സ്ഥലമാണ്. ഇവിടെ വെച്ച് നമുക്ക് നൈറ്റാണ് അടിപൊളി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത്. അതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ എന്തായാലും അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ നൈറ്റ് വീഡിയോ പൊള്ളിയാണ്, ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. ഇവിടെയൊക്കെ നൈറ്റ് കാണാനായിരിക്കും കേട്ടോ. നൈറ്റ് നല്ല ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറേ ഫുള്ള് ലൈറ്റാണ് വെച്ചേക്കുന്നത്. ഈ സമയത്ത് കണ്ട രസം ഉണ്ടാവില്ല. നൈറ്റ് പൊള്ളിയായിരിക്കും ഈ ഒരു സ്ഥലം.